ജിതിൻ പതിവിലും കുറച്ച് വൈകിയാണ് വീട്ടിലെത്തിയത്. നീ കുറേ വൈകിയല്ലോ. TV കണ്ടുകൊണ്ടിരുന്ന അച്യുതൻ തിരക്കി. ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഹോട്ടലിൽ കയറിയിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നിളയ്ക്കുള്ള ഫുഡ് എടുത്തു. അവിടെ നിന്ന് വലിയ ദൂരമില്ലല്ലോ. അവളുടെ അടുത്ത് കയറിയത് കൊണ്ടാണ് വൈകിയത്. നിള ഈ വീക്ക് വരുന്നില്ലെന്ന് നീലിമ അമ്മയോട് സങ്കടം പറയുന്നുണ്ടായിരുന്നു. സേതിയുടെ അനിയൻ വീണ് കാലൊടിഞ്ഞൊന്ന്. അപ്പോൾ സേതി പോകുമ്പോൾ കൂടെ പോകാൻ അവൾക്ക്. അതിപ്പോൾ എങ്ങനെയാ പോക്ക്? ദൂരമില്ലേ? ബസ്സിന് പോവോ? നിനക്കൊഴിവുണ്ടെങ്കിൽ നീ ആക്കി കൊടുക്ക്, അല്ല വണ്ടി ഏർപ്പാട് ചെയ്ത് കൊടുക്ക്. അവരൊറ്റയ്ക്കല്ല അച്ഛാ. സേതിയുടെ ആൻറ്റിയുടെ മോൻ അവിടെ കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട്. ആളുടെ ഒപ്പമാണ് പോകുന്നത്. പിറ്റേന്ന് ഒന്നിച്ച് തന്നെ തിരിച്ചു പോന്നോളൂ. നീ അറിയോ ആളെ? നിളയ്ക്ക് ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് സേതിക്ക് അവനും. കുഴപ്പമൊന്നുമില്ല. ഞാൻ നമ്പർ വാങ്ങിയിട്ടുണ്ട് ആളുടെ. ഒന്ന് വിളിച്ച് നോക്കിയേക്ക്. നമ്മുടെ കുട്ടി കൂടി കൂടെ പോകുന്നതല്ലേ. ജിതിൻ അച്ഛൻ പറഞ്ഞ് സമ്മതിച്ചുകൊണ്ട് റൂമിലേക്ക് ചെന്നു. നീലിമ ഒരു ബുക്ക് നോക്കി ബെഡിൽ ഇരിക്കുകയായിരുന്നു. ജിതിനെ കണ്ടതും അവൾ വേഗം എണീറ്റ് വന്നു. നിളയെ കണ്ടോ? പിന്നെ കാണാതെ? അവൾ വരില്ലല്ലേ? അവൾ സേതിയുടെ വീട്ടിൽ പോണ കാര്യം പറഞ്ഞതല്ലേ? ജിതിനേട്ടനൊന്ന് പറഞ്ഞു നോക്കായിരുന്നു. മുഖം താഴ്ത്തി കയ്യിലെ ബുക്ക് ചുമ്മാ വിടർത്തി അടയ്ക്കുന്ന നീലിമയെ ജിതിൻ ഒന്ന് തിരിഞ്ഞു നോക്കി. പരിഭവം നിറച്ച് വച്ചേക്കാണ് ആ മുഖം അപ്പാടെ. നീ കഴിച്ചോ? ഞാൻ കഴിച്ചു. ജിതിനേട്ടനെ എടുത്തു വയ്ക്കട്ടെ? ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല വിശപ്പായിരുന്നു. അതുകൊണ്ട് ഹോട്ടലിൽ ചെന്നപ്പോൾ ഞാൻ കഴിച്ചു. ഇനിയൊന്നും വേണ്ട. എന്നാൽ ഞാനൊക്കെ എടുത്തു വച്ചിട്ട് വരാം. നീലിമ അടുക്കളയിലേക്ക് പോയപ്പോൾ ജിതിൻ കുളിക്കാനും കയറി. എടുത്തു വെച്ച ഫുഡൊക്കെ പകർത്തി ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ച് ബാക്കി പാത്രങ്ങൾ കഴുകി കുടിക്കാനുള്ള വെള്ളം എടുത്ത് നീലിമ റൂമിൽ വരുമ്പോൾ ജിതിൻ്റെ കുളിയും കഴിഞ്ഞു ബെഡിലിരിപ്പുണ്ട്. നീലിമ വെള്ളം ടേബിളിൽ വച്ചിട്ട് ബെഡിലേക്ക് ഇരുന്നു. നീ എന്തിനാ ഇങ്ങനെ മുഖം വീർപ്പിച്ച് വച്ചേക്കുന്നത്? അവൾ നമ്മളോട് പറഞ്ഞിട്ടല്ലേ ഓരോന്നും ചെയ്യുന്നത്. അവളുടെ ഇഷ്ടങ്ങളൊക്കെ തടസ്സം നിന്നാൽ അവൾക്ക് സങ്കടമാവും. നിന്റെ സമ്മതം ഇല്ലാതെ അവൾ ഒന്നും ചെയ്യില്ലെന്ന് നിനക്ക് അറിയാവുന്നതല്ലേ നീലിമ? ആഹാ, അവളെ ഹോസ്റ്റലിൽ നിൽക്കാൻ ഞാൻ സമ്മതിച്ചതിന് എന്നോട് മുഖം വീർപ്പിച്ച് നടന്ന ആളാണോ ഈ പറയുന്നത്? നീലിമ അവൻ തോളിലേക്ക് വെച്ച കൈയെടുത്ത് മാറ്റി. അത് പിന്നെ അന്നവളെ മാറി നിൽക്കേണ്ടി വരുന്നത് ആലോചിച്ചാണ്. പക്ഷെ അവളിപ്പോൾ നല്ല ഹാപ്പിയാടി. ഞാനിപ്പോൾ കണ്ടിട്ടല്ലേ വരുന്നത്. നീ പറഞ്ഞ പോലെ സേതിയുടെ വീട്ടിൽ പോകണമെന്ന് ചോദിക്കണം എന്നോട് കരുതിയാണ് പോയത്. പക്ഷെ അവളുടെ സന്തോഷം കണ്ടപ്പോൾ തടയാൻ തോന്നിയില്ല. അവളുടെ സന്തോഷം തന്നെയല്ലേ നമുക്ക് വേണ്ടത്. നീലിമയും അത് ശരിവെച്ചു. അപ്പോൾ പിന്നെ നീ ഇനി അവളോട് മുടക്കം പറയണ്ട. അങ്ങോട്ട് ഉപദേശിക്കാൻ പോയിട്ട് അവൾ ഇങ്ങോട്ട് നല്ലോണം പതപ്പിച്ചിട്ടുണ്ട്. എന്നെ പറഞ്ഞ് മനസ്സിലാക്കാനല്ലേ? നീലിമ ചിരിയോടെ ചോദിച്ചതും ജിതിൻ ചിരിച്ചു. ഇപ്പോൾ പരിഭവം തീർന്ന് തെളിഞ്ഞല്ലോ മുഖം. തോളിലേക്ക് ചാഞ്ഞവളെ ജിതിൻ ചേർത്ത് പിടിച്ചു. പിള്ളേരോട് ഗുസ്തി പിടിച്ച് ടയേർഡായാണോ ഇന്ന്? നീലിമ അല്ലെന്ന് തല ചലിപ്പിച്ചു. അപ്പോൾ എന്നെ പരിഗണിക്കാലോ? തോളിൽ ചാഞ്ഞിരുന്നവളെ നെഞ്ചിലേക്ക് ഒതുക്കി അവൻ. നീലിമ ചിരിയോടെ അവനെ ചുറ്റിപ്പിടിച്ചു. അവളുമായി ബെഡിലേക്ക് ചായുമ്പോൾ കൈ എത്തിച്ച് ലൈറ്റ് ഓഫ് ചെയ്തിരുന്നു ജിതിൻ. നിള ഈ ആഴ്ച വരില്ലെന്ന് അറിഞ്ഞപ്പോൾ മുതൽ വിഷമത്തിലാണ് പവിത്ര. നിളയെക്കുറിച്ച് ഓർക്കുന്തോറും അവർക്ക് വേദന തോന്നി. അവളുടെ സന്തോഷത്തിനായി ചെയ്തത് അവൾക്ക് തീരാദുഃഖം ആയി മാറിയെന്ന ചിന്ത അമ്മമ്മയെ അലട്ടി. ഒപ്പം അംബികയുടെയും നകുലിൻ്റെയും ആഗ്രഹം നിളയെ ജിതിനെ ഏൽപ്പിക്കുക എന്നതായിരുന്നു എന്ന അറിവ് അവരുടെ ദുഃഖത്തിൻ്റെ ആഴം കൂട്ടി. അവരോർക്കുകയായിരുന്നു നിളയുടെ സങ്കടത്തിൻ്റെ കാരണം തിരിച്ചറിഞ്ഞ ദിവസം. നിളയുടെ വീട്ടിലിരിക്കുന്ന കുറച്ച് ഡ്രസ്സുകൾ എടുക്കാൻ ഒറ്റയ്ക്ക് പോയതാണവർ. കബോർഡിൽ നിന്ന് ഡ്രസ്സ് എടുക്കുന്ന കൂട്ടത്തിൽ നിളയുടെ ഡ്രസ്സും കൂടി ഇരിക്കുന്നത് കണ്ടു. കല്യാണത്തിനിട്ടത് വെയിലത്തിട്ട് ചൂടാക്കി വച്ചതാണ്. അമ്മമ്മ അതെടുത്ത് നിളയുടെ റൂമിലെ കബോർഡിൽ കൊണ്ടുവച്ചു. ആകെ അലങ്കോലത്തിൽ കിടക്കുന്ന ഡ്രസ്സൊക്കെ ഒന്നും ഒതുക്കി പെറുക്കി വയ്ക്കുന്നതിനിടയിലാണ് ഫ്രെയിം ചെയ്ത ഒരു ഫോട്ടോ അവരുടെ കയ്യിൽപ്പെട്ടത്. അവളത് എടുത്തു നോക്കി. നകുലൻ്റെയും അംബികയുടെയും ഫ്രെയിം ചെയ്ത ഫോട്ടോ ആണത്. നീലിമയുടെ കയ്യിലുമുണ്ട് ഇതുപോലൊരെണ്ണം. അവർ അങ്ങേയറ്റ സ്നേഹത്തോടെ അതിൽ തഴുകി. ആ ഫോട്ടോ ഇരുന്നതിന് അടുത്തായി ഒരു പേപ്പർ ചുരുട്ടിക്കൂട്ടി ഇട്ടതുമുണ്ട്.
നിലയ്ക്കൊരു സ്വഭാവമുണ്ട്. ദേഷ്യം വന്നാലും സങ്കടം വന്നാലും അതൊരു പേപ്പറിൽ എഴുതി ചുരുട്ടിക്കൂട്ടി കളയും. അത് കളയുന്നതോടെ ആ ദേഷ്യവും സങ്കടവും പോകുന്നതാണ് അവളുടെ വെപ്പ്. അതറിയാവുന്ന അമ്മമ്മ ഒരു ചിരിയോടെയാണ് ആ പേപ്പർ എടുത്ത് നിവർത്തിയത്. അതിൽ എഴുതിയ വാക്കുകൾ അവരെ ആദ്യം അമ്പരപ്പിച്ചു, അതിലേറെ വേദന നൽകി. അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹം പോലെ നില ജിതിൻ്റെ സ്വന്തമായില്ല. ഇനി നീലിമയാണ് ജിതിൻ്റെ സ്വന്തം. അച്ഛൻ്റെ ആഗ്രഹം അറിഞ്ഞുകൊണ്ട് ഞാനും ഒന്നാശിച്ചു പോയിരുന്നു. എന്നാലും ചേച്ചിയുടെയും ജിതിനേട്ടൻ്റെയും സന്തോഷം ഞാനായിട്ട് ഒരിക്കലും കളയില്ല. എൻ്റെ ജീവനാണ് രണ്ടുപേരും. ഒരുപാട് വട്ടം ആ വാക്കുകളോടെ അവർ കണ്ണോടിച്ചു. ഒപ്പം കുറച്ച് ദിവസങ്ങളായിട്ടുള്ള നിലയുടെ സങ്കടങ്ങളും മാറ്റങ്ങളും തിരിച്ചറിയുക കൂടിയായിരുന്നു. ഈ ആഴ്ച നില വീട്ടിൽ വരാതിരിക്കുന്നതിന് കാരണങ്ങൾ എത്ര പറഞ്ഞാലും അവളുടെ ഉള്ളിലെ വേദനയാണ് അവളെ ഇങ്ങോട്ട് വരുന്നതിൽ നിന്ന് തടയുന്നത് എന്ന് അമ്മമ്മ ഉറച്ചു വിശ്വസിച്ചു. ഇതിന് ഇനി എന്ത് പരിഹാരം എന്നറിയാതെ അവർ ഉഴറി. ദിവസങ്ങൾ നീങ്ങാത്ത പോലെയായിരുന്നു സേതുക്ക്. സേതുവിനെ വീഡിയോ കോളിൽ കണ്ടു സംസാരിക്കുമെങ്കിലും നേരിട്ട് കാണാതെ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല അവൾക്ക്. ശനിയാഴ്ച അവൾ കാത്തിരുന്നു. സേതുവിനാണെങ്കിൽ സ്വസ്ഥമായി വായിക്കാൻ വീണ് കിട്ടിയ അവസരമായാണ് ഈ കിടപ്പിനെ അവൻ കാണുന്നത്. അവൻ്റെ ആ ഭാവം ശ്വേതയ്ക്ക് ആശ്വാസമായി എന്നുള്ളതാണ് സത്യം. യഥാർത്ഥത്തിൽ വീക്കെൻഡ് അവൻ സേതിയേക്കാൾ കാത്തിരുന്നത് വിശ്വജിത്താണ്. ഒരു തുറന്നു പറച്ചിലിന് അവൻ മാനസികമായി തയ്യാറെടുക്കുകയായിരുന്നു. തുടരും. സ്നേഹത്തോടെ, അഭിനവി.